വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, നീ ഇസ്രായേലിനോട് പ്രഖ്യാപിക്കുക, ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ നിവസിച്ചിരുന്ന ഈജിപ്ത് നാടിന്റെ ചെയ്തിക്കനുസൃതം നിങ്ങൾ പ്രവർത്തിക്കരുത്. ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കാനിരിക്കുന്ന ഇടമായ കാനാൻ ദേശത്തിന്റെ ചെയ്തിക്കനുസൃതവും നിങ്ങൾ പ്രവർത്തിക്കരുത്. നിങ്ങൾ അവരുടെ ചട്ടങ്ങളിൽ വ്യാപരിക്കുകയും അരുത്. നിങ്ങൾ എന്റെ ന്യായപ്രമാണങ്ങൾ കാക്കണം. അവയിൽ വ്യാപരിക്കേണ്ടതിന് നിങ്ങൾ എന്റെ ചട്ടങ്ങൾ പാലിക്കണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. എന്റെ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും നിങ്ങൾ പാലിക്കണം. അവ കാക്കുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. ഞാനാണ് കർത്താവ്. നിങ്ങളിൽ ഒരുവനും അടുത്ത ചാർച്ചക്കാരാരെയും അവരുടെ നഗ്നത അനാവൃതമാക്കാൻ സമീപിക്കരുത്. ഞാനാണ് കർത്താവ്. നിന്റെ പിതാവിന്റെ നഗ്നതയും നിന്റെ മാതാവിന്റെ നഗ്നതയും അനാവൃതമാക്കരുത്. അവൾ നിന്റെ അമ്മയാണ്. അവളുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. നിന്റെ പിതാവിന്റെ ഭാര്യയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അവൾ നിന്റെ പിതാവിന്റെ നഗ്നതയാണ്. നിന്റെ സഹോദരിയുടെ നഗ്നത നിന്റെ പിതാവിന്റെ മകളോ മാതാവിന്റെ മകളോ ആയ ഭവനജാതരുടെയോ അന്യത്ര ജാതരുടെയോ നഗ്നത നീ അനാവൃതമാക്കരുത്. നിന്റെ മകന്റെ മകളുടെയോ നിന്റെ മകളുടെ മകളുടെയോ നഗ്നത നീ അനാവൃതമാക്കരുത്. കാരണം അവർ നിന്റെ നഗ്നതയാണ്. നിന്റെ പിതൃഭാര്യയുടെ മകളുടെ നഗ്നത നിന്റെ പിതൃജാത നിന്റെ സഹോദരി തന്നെയാകയാൽ അവളുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. നിന്റെ പിതൃ സഹോദരിയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അവൾ നിന്റെ പിതാവിന്റെ തന്നെ മാംസമാണ്. നിന്റെ മാതൃ സഹോദരിയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അവൾ നിന്റെ മാതാവിന്റെ തന്നെ മാംസമാണ്. നിന്റെ പിതൃ സഹോദരന്റെ നഗ്നത അനാവൃതമാക്കരുത്. അതായത് അവന്റെ ഭാര്യയെ നീ സമീപിക്കരുത്. അവൾ നിന്റെ അമ്മായിയാണ്. നിന്റെ മരുമകളുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അവൾ നിന്റെ പുത്ര ഭാര്യയാണ്. അവളുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. നിന്റെ സഹോദര ഭാര്യയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അവൾ നിന്റെ സഹോദരന്റെ നഗ്നതയാണ്. ഒരു സ്ത്രീയുടെയും അവളുടെ മകളുടെയും നഗ്നത നീ അനാവൃതമാക്കരുത്. അവളുടെ മകന്റെ മകളെയോ അവളുടെ മകളുടെ മകളെയോ നഗ്നത അനാവൃതമാക്കാനായി നീ പരിഗ്രഹിക്കരുത്. അവർ രക്തബന്ധമുള്ളവരാണ്. അത് അവിഹിത വേശ്യയാണ്. ഒരുവൾ നിന്റെ ഭാര്യയായി ജീവിച്ചിരിക്കെ അവളുടെ സഹോദരിയെ പ്രതിയോഗിയാക്കി അവളുടെ നഗ്നത അനാവൃതമാക്കാനായി നീ പരിഗ്രഹിക്കരുത്. മാസമുറയാൽ മലിനയായിരിക്കുന്ന സ്ത്രീയുടെ നഗ്നത അനാവൃതമാക്കാനായി അവളെ നീ സമീപിക്കരുത്. നിന്റെ അയൽക്കാരന്റെ ഭാര്യയോടൊപ്പം മലിനനാകാൻ അവളുമായി നീ കിടക്ക പങ്കിടരുത്. നിന്റെ സന്തതിയിൽ നിന്ന് ആരെയും മോളയ്ക്കിനായി കാഴ്ച നൽകരുത്. നിന്റെ ദൈവത്തിന്റെ നാമം അവഹേളിക്കരുത്. ഞാനാണ് കർത്താവ്. പുരുഷനോടുകൂടെ നീ സ്ത്രൈണ ശയനം നടത്തരുത്. അത് മ്ലേച്ഛതയാണ്. ഏതെങ്കിലും ഒരു മൃഗം മൂലം മലിനനാകാൻ അതുമായി നീ ശയിക്കരുത്. തന്നോട് വേഴ്ച നടത്താനായി മൃഗത്തിന്റെ മുമ്പിൽ ഒരു സ്ത്രീ നിന്നു കൊടുക്കരുത്. അത് പ്രകൃതി വിരുദ്ധതയാണ്. ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങൾ സ്വയം മലിനരാകരുത്. എന്തെന്നാൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ ബഹിഷ്കരിക്കാൻ പോകുന്ന ജനതകൾ ഇവയെല്ലാം മൂലം സ്വയം മലിനരാക്കുന്നു. അങ്ങനെ ആ ദേശം മലിനമായിരിക്കുന്നു. അതിന്റെ കുറ്റം ഞാൻ അതിന്മേൽ ആരോപിക്കും. ആ നാട് അതിലെ നിവാസികളെ പുറന്തള്ളും. എന്നാൽ നിങ്ങൾ ദേശവാസിയും നിങ്ങളുടെ ഇടയിൽ തൽക്കാലവാസം നടത്തുന്ന പ്രവാസിയും എന്റെ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും പാലിക്കണം. ഈ മ്ലേച്ഛതകളിൽ ഒന്നുപോലും നിങ്ങൾ ചെയ്യരുത്. എന്തെന്നാൽ നിങ്ങളുടെ മുമ്പിലുള്ള നാട്ടുകാരാണ് ഈ മ്ലേച്ഛതകളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ നാട് മലിനമാകുന്നു. നിങ്ങൾക്ക് മുമ്പിലുള്ള ജനതയെ പുറന്തള്ളിയതുപോലെ നാടിനെ നിങ്ങൾ മലിനമാക്കുക വഴി അത് നിങ്ങളെ പുറന്തള്ളാതിരിക്കട്ടെ.
ഈ മ്ലേച്ഛ പ്രവർത്തികളിൽ ഏതെങ്കിലും ചെയ്യുന്നത് ആരായാലും അത് ചെയ്യുന്ന വ്യക്തികൾ സ്വജനത്തിന്റെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുമെന്നതിനാൽ നിങ്ങൾക്ക് മുമ്പിൽ നടമാടുന്ന ഈ മ്ലേച്ഛ സമ്പ്രദായങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ നിങ്ങൾ എൻ്റെ അനുശാസനം കാക്കണം. അങ്ങനെ അവ വഴി നിങ്ങൾ മലിനരാകാതിരിക്കട്ടെ. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ നീ പ്രഖ്യാപിക്കുക, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ. എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാകുന്നു. നിങ്ങൾ ഓരോ ആളും തൻ്റെ മാതാവിനെയും പിതാവിനെയും ഭയപ്പെടണം. എൻ്റെ സാബത്തുകൾ നിങ്ങൾ ആചരിക്കണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ വിഗ്രഹങ്ങളിലേക്ക് തിരിയരുത്. നിങ്ങൾക്കായി ദൈവങ്ങളെ വാർത്തുണ്ടാക്കരുത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. കർത്താവിന് സമാധാന ബലി അർപ്പിക്കുമ്പോൾ സ്വീകാര്യത നേടും വിധം അത് അർപ്പിക്കണം. നിങ്ങളുടെ ബലി അർപ്പണ ദിനത്തിലും പിറ്റേന്നുമായി അത് ഭക്ഷിക്കപ്പെടണം. 3-ാം ദിവസത്തേക്ക് അവശേഷിക്കുന്നത് അഗ്നിയിൽ ദഹിപ്പിക്കപ്പെടണം. 3-ാം ദിവസം അത് തുടർന്നും ഭക്ഷിക്കപ്പെടുന്നത് നിന്ദ്യമാണ്. അത് സ്വീകാര്യമാവുകയില്ല. അത് ഭക്ഷിക്കുന്നവർ സ്വന്തം കുറ്റം വഹിക്കണം. എന്തെന്നാൽ അവൻ കർത്താവിന്റെ വിശുദ്ധ വസ്തു അവഹേളിച്ചു. അതിനാൽ ആ വ്യക്തി സ്വജനങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. നിങ്ങളുടെ നാടിന്റെ വിള നിങ്ങൾ കൊയ്യുമ്പോൾ വയലിന്റെ അരിക് കൊയ്തു തീർക്കരുത്. നീ നിന്റെ വിളയുടെ കാല പെറുക്കരുത്. നിന്റെ മുന്തിരിത്തോട്ടം അടച്ചു പറിക്കരുത്. നിന്റെ മുന്തിരിയുടെ ഉതിർഫലം നീ പെറുക്കിയെടുക്കരുത്. നീ അവ പാവപ്പെട്ടവനും പ്രവാസിക്കുമായി വിടണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ മോഷ്ടിക്കരുത്, വഞ്ചിക്കരുത്, പരസ്പരം വ്യാജമായി പെരുമാറുകയുമരുത്. നിന്റെ ദൈവത്തിന്റെ നാമം അവഹേളിക്കത്തക്ക വിധം വ്യാജമായതിനു വേണ്ടി നിങ്ങൾ എൻ്റെ നാമത്തിൽ ആണയിടരുത്. ഞാനാണ് കർത്താവ്. നീ നിന്റെ അയൽക്കാരനെ ചൂഷണം ചെയ്യരുത്, കൊള്ളയടിക്കരുത്. ദിവസക്കൂലിക്കാരന്റെ വേതനം നിന്റെ പക്കൽ പ്രഭാതം വരെ വൈകിക്കരുത്. ചെകിടനെ നീ ശപിക്കരുത്, കുരുടന്റെ മുമ്പിൽ തടസ്സം വയ്ക്കരുത്. നിന്റെ ദൈവത്തെ പ്രതി നീ ഭയപ്പെടണം. ഞാനാണ് കർത്താവ്. ന്യായവിധിയിൽ നിങ്ങൾ അന്യായം പ്രവർത്തിക്കരുത്. ദരിദ്രന്റെ മുഖം നീ ഗവനിക്കേണ്ട, വലിയവന്റെ മുഖം പരിഗണിക്കുകയും വേണ്ട. നീതിപൂർവം നീ അയൽക്കാരനെ ന്യായം വിധിക്കണം. നീ നിന്റെ ജനത്തിനെതിരെ പരദൂഷണവുമായി നടക്കരുത്. നിന്റെ അയൽക്കാരന്റെ രക്തത്തിനെതിരെ നിലകൊള്ളരുത്. ഞാനാണ് കർത്താവ്. നിന്റെ ഹൃദയത്തിൽ നിന്റെ സഹോദരനെ നീ വെറുക്കരുത്. നിന്റെ സ്നേഹിതനെ നീ ശാസിക്കുക തന്നെ വേണം. അപ്പോൾ നീ അവനെ പ്രതി പാപമേൽക്കാതിരിക്കും. നിന്റെ ജനവിഭാഗത്തോട് പ്രതികാരം ചെയ്യുകയോ പക സൂക്ഷിക്കുകയോ അരുത്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഞാനാണ് കർത്താവ്. എൻ്റെ ചട്ടങ്ങൾ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. നിന്റെ മൃഗത്തെ ഭിന്ന ഇനവുമായി ഇണ ചേർക്കരുത്. നിന്റെ വയലിൽ ഭിന്ന ഇനം വിത്ത് വിതയ്ക്കരുത്. ഭിന്ന ഇന നിർമ്മിതമായ വസ്ത്രങ്ങൾ നീ ധരിക്കുകയുമരുത്. ഒരു സ്ത്രീ ഒരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിട്ടുള്ളവളും പൂർണ്ണമായി വീണ്ടെടുക്കപ്പെടാത്തവളും സ്വാതന്ത്ര്യം നൽകപ്പെടാത്തവളുമായ പരിചാരികയായിരിക്കെ ഒരു പുരുഷൻ അവളോടൊത്ത് ലൈംഗിക ശയനം നടത്തിയാൽ ന്യായ വിചാരണയുണ്ടാകണം. എന്തെന്നാൽ അവർ വധിക്കപ്പെടരുത്, കാരണം അവൾ സ്വതന്ത്രയാക്കപ്പെടാത്തവളാണ്. അവനാകട്ടെ കർത്താവിനുള്ള തന്റെ പ്രാശ്ചിത്ത യാഗമായി സമാഗമ കൂടാരവാതിൽക്കൽ ഒരു പ്രാശ്ചിത്ത മുട്ടാടിനെ കൊണ്ടുവരണം. കർത്തൃസന്നിധിയിൽ പുരോഹിതൻ പ്രാശ്ചിത്ത മുട്ടാടിനെ കൊണ്ട് അവനു വേണ്ടി അവൻ ചെയ്ത പാപത്തെ പ്രതി പരിഹാരം ചെയ്യണം. അപ്പോൾ അവൻ ചെയ്ത പാപത്തിൽ നിന്ന് അവന് പൊറുതി ലഭിക്കും. നിങ്ങൾ ദേശത്തു വരികയും ഭക്ഷണത്തിനുതകുന്ന ഏതു വൃക്ഷവും നടുകയും ചെയ്യുമ്പോൾ അതിന്റെ ഫലം നിശിതമായി കണക്കാക്കണം. 3 വർഷത്തേക്ക്
നിങ്ങൾക്കത് നിഷിദ്ധമായിരിക്കും. അത് ഭക്ഷിക്കപ്പെടരുത്. 4-ാം വർഷം അതിന്റെ മുഴുവൻ ഫലവും കർത്താവിന് സ്തോത്ര കാണിക്കയായ വിശുദ്ധ വസ്തുവായിരിക്കും. 5-ാം വർഷമേ അതിന്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കാവൂ. അങ്ങനെ നിങ്ങൾക്ക് അതിന്റെ വിളവ് വർദ്ധമാനമാകും. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. മാംസം രക്തത്തോടെ നിങ്ങൾ ഭക്ഷിക്കരുത്. ശകുനം നോക്കുകയോ ഭാവി ഫല പ്രവചനം നടത്തുകയോ അരുത്. നിങ്ങളുടെ ശിരസിന്റെ വശം മുണ്ഡനം ചെയ്യരുത്. നിന്റെ ദീക്ഷയുടെ അഗ്രം വികലമാക്കരുത്. പരേതാത്മാവിനെ പ്രതി നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്. നിങ്ങളുടെ മേൽ പച്ച കുത്തരുത്. ഞാനാണ് കർത്താവ്. ദേശം വേശ്യാവൃത്തി ചെയ്യാതിരിക്കാനും ദേശം അവിഹിത വേഴ്ച കൊണ്ട് നിറയാതിരിക്കാനുമായി നീ നിന്റെ പുത്രിയെ ദേവദാസിയാക്കി അവഹേളിക്കരുത്. നിങ്ങൾ എന്റെ സാബത്തുകൾ ആചരിക്കുകയും എന്റെ വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കുകയും ചെയ്യണം. ഞാനാണ് കർത്താവ്. മൃതസമ്പർക്ക വിദ്യക്കാരാൽ മലിനരാകാമെന്നതുകൊണ്ട് അവരെ നിങ്ങൾ സമീപിക്കരുത്. മന്ത്രവാദികളെ അന്വേഷിക്കുകയും അരുത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. വൃദ്ധർക്കു മുമ്പിൽ നീ എഴുന്നേൽക്കണം. മുതിർന്നയാളുകളുടെ മുഖം മാനിക്കണം. നിന്റെ ദൈവത്തെ പ്രതി നീ ഭയപ്പെടണം. ഞാനാണ് കർത്താവ്. നിങ്ങളുടെ നാട്ടിൽ നിന്നോടുകൂടെ ഒരു പ്രവാസി തൽക്കാലവാസം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവനെ ഞെരുക്കരുത്. നിങ്ങളോടുകൂടെ തൽക്കാലവാസം ചെയ്യുന്ന പ്രവാസി നിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് ദേശവാസിയെ പോലെ ആയിരിക്കണം. നീ അവനെ നിന്നെ പോലെ സ്നേഹിക്കണം. കാരണം ഈജിപ്ത് നാട്ടിൽ നിങ്ങൾ പ്രവാസികളായിരുന്നു. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ന്യായവിധി, അളവ്, തൂക്കം, വ്യാപ്തം എന്നിവയിൽ നിങ്ങൾ അനീതി പ്രവർത്തിക്കരുത്. കൃത്യതയുള്ള തുലാസും കട്ടികളും ഏഫായും ഹിന്നും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഞാനാണ് നിങ്ങളെ ഈജിപ്ത് ദേശത്തു നിന്ന് പുറത്തു കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ എൻ്റെ എല്ലാ ചട്ടങ്ങളും എല്ലാ ന്യായ പ്രമാണങ്ങളും പാലിക്കണം. അവ നിങ്ങൾ അനുഷ്ഠിക്കണം. ഞാനാണ് കർത്താവ്. 81-ാം സങ്കീർത്തനം. നമ്മുടെ ശക്തിയായ ദൈവത്തിന് ആനന്ദാരവം ഉതിർക്കുവിൻ. യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പു വിളിക്കുവിൻ. തപ്പും കിന്നരവും വീണയോടൊപ്പം ഇമ്പമായി മീട്ടി സംഗീതം ഉതിർക്കുവിൻ. അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിനത്തിനുള്ള പൗർണമിയിലും കാഹളമൂതുവിൻ. എന്തെന്നാൽ അത് ഇസ്രായേലിന് ഒരു ചട്ടമാണ്, യാക്കോബിന്റെ ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ആചാരവും. അവിടുന്ന് ഈജിപ്ത് രാജ്യത്തിനെതിരെ പുറപ്പെട്ടപ്പോൾ ജഹോസഫിൽ ഒരു സാക്ഷ്യമായി അത് വ്യവസ്ഥ ചെയ്തു. എനിക്ക് അജ്ഞാതമായ ഒരു ഭാഷ ഞാൻ കേൾക്കുന്നു. ഭാരത്തിൽ നിന്ന് അവന്റെ തോൾ ഞാൻ വിടുവിച്ചു. അവന്റെ കരതലങ്ങൾ കുട്ടയിൽ നിന്ന് സ്വതന്ത്രമായി. കഷ്ടതയിൽ നീ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഞാൻ നിന്നെ മോചിപ്പിച്ചു. ഇടിമുഴക്കത്തിന്റെ മറയിൽ നിനക്ക് ഞാൻ ഉത്തരമരുളി. മെരീബ ജലാശയത്തിങ്കൽ നിന്നെ ഞാൻ പരീക്ഷിച്ചു. എന്റെ ജനമേ കേൾക്കുക. ഞാൻ നിനക്ക് താക്കീത് നൽകുമ്പോൾ ഇസ്രായേലേ, നീ എന്നെ ശ്രവിക്കുമോ? അന്യദൈവം നിനക്ക് മധ്യേ ഉണ്ടാകരുത്. വേറെ ദൈവത്തെ നീ ആരാധിക്കാൻ പാടില്ല. ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഈജിപ്ത് ദേശത്തു നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്നവൻ. നിന്റെ വായ് നന്നായി തുറക്കുക, ഞാൻ അതു നിറയ്ക്കാം. എന്നാൽ എന്റെ ജനം എന്റെ സ്വരം ശ്രവിച്ചില്ല. ഇസ്രായേൽ എനിക്ക് വഴങ്ങിയില്ല. അതിനാൽ ഞാൻ അവരെ തങ്ങളുടെ ഹൃദയ കാഠിന്യത്തിൽ വിട്ടുകൊടുത്തു. അവർ സ്വന്തം പദ്ധതികളിൽ വ്യാപരിച്ചു. എന്റെ ജനം എന്നെ കേട്ടിരുന്നെങ്കിൽ, ഇസ്രായേൽ എന്റെ മാർഗങ്ങളിൽ ചരിച്ചിരുന്നെങ്കിൽ, ക്ഷണമാത്രയിൽ അവരുടെ ശത്രുക്കളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. അവരുടെ വൈരികൾക്കെതിരെ എന്റെ കൈ തിരിക്കുമായിരുന്നു. കർത്താവിന്റെ വിദ്വേഷകർ അവിടത്തേക്ക് വിധേയപ്പെടുമായിരുന്നു. അവരുടെ വിനാശകാലം എന്നേക്കുമുള്ളതാകുമായിരുന്നു. ഗോതമ്പ് സത്തിൽ നിന്ന് അവിടുന്ന് അവനെ തീറ്റുമായിരുന്നു. തേൻ പാറയിൽ നിന്ന് ഞാൻ അവനെ സംതൃപ്തനാക്കുമായിരുന്നു. 82-ാം സങ്കീർത്തനം. ദൈവം
തിരുസന്നിധിയിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. ദേവന്മാരുടെ ഇടയിൽ അവിടുന്ന് ന്യായം വിധിക്കുന്നു. നിങ്ങൾ എത്ര കാലം അനീതിയായി ന്യായം വിധിക്കുകയും ദുഷ്ടരെ അനുകൂലിക്കുകയും ചെയ്യും? നിസാരനെയും അനാഥനെയും ന്യായം വിധിക്കുവിൻ. അഗതിക്കും പാവപ്പെട്ടവനും നീതിവിധി നടത്തുവിൻ. നിസാരനെയും ദരിദ്രനെയും രക്ഷപ്പെടുത്തുവിൻ. ദുഷ്ടരുടെ കയ്യിൽ നിന്ന് അവനെ മോചിപ്പിക്കുവിൻ. അവർ അറിവ് നേടുന്നില്ല, ഉൾക്കാഴ്ചയിൽ എത്തുന്നുമില്ല. അവർ ഇരുട്ടിൽ അലയുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങളെല്ലാം ഇളകിയിരിക്കുന്നു. ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ദേവന്മാരാണ്, നിങ്ങൾ എല്ലാവരും അത്യുന്നതന്റെ മക്കളാണ്. എന്നാലും നിങ്ങൾ മരിക്കുന്നത് മനുഷ്യരെ പോലെയായിരിക്കും, പ്രഭുക്കന്മാരിൽ ഒരുവനെ പോലെ നിബദിക്കും. ദൈവമേ, എഴുന്നേറ്റ് ഭൂമിയെ ന്യായം വിധിക്കണമേ. എല്ലാ ജനതകൾക്കുമിടയിൽ അവകാശമുറപ്പിക്കുന്നത് അങ്ങാണല്ലോ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 20 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. അവർ രാവിലെ അത്തിമരത്തിന്റെ സമീപത്തുകൂടെ കടന്നു പോകുമ്പോൾ അതു സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ടു. അപ്പോൾ അവനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് പത്രോസ് പറഞ്ഞു, ഗുരു, നോക്കൂ, നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു. യേശു അവരോട് പ്രതിവചിച്ചു, ദൈവത്തിൽ വിശ്വാസമുണ്ടായിരിക്കുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഉയർന്ന് കടലിൽ പതിക്കട്ടെ എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കും. അവർ വീണ്ടും ജെറുസലേമിൽ വന്നു. അവൻ ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ശ്രേഷ്ഠന്മാരും അവന്റെ അടുത്തെത്തി. അവർ അവനോട് ചോദിച്ചു, എന്തധികാരത്താലാണ് നീ ഇവയൊക്കെ ചെയ്യുന്നത്? ഇവ ചെയ്യുന്നതിന് ആരാണ് നിനക്ക് ഈ അധികാരം നൽകിയത്? യേശു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം, എന്നോട് ഉത്തരം പറയുവിൻ. എങ്കിൽ എന്തധികാരത്താലാണ് ഞാൻ ഇവ ചെയ്യുന്നതെന്ന് പറയാം. യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? ഉത്തരം പറയുവിൻ. അവർ പരസ്പരം ആലോചിച്ചു. സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും. എന്നാൽ മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ അവർക്ക് ജനക്കൂട്ടത്തെ ഭയമായിരുന്നു. കാരണം യോഹന്നാൻ യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനാണെന്ന് എല്ലാവരും കരുതിയിരുന്നു. അതിനാൽ അവർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ യേശു പറഞ്ഞു, എന്തധികാരത്താലാണ് ഞാൻ ഇവ ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാ